ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഒരു ചെറിയൊരു പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ ഇന്ന് നമ്മുടെ ഓൺലൈൻ സ്ക്രിപ്ചർ സ്കൂൾ പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ കണ്ണുകളൊക്കെ അടച്ച് കൈയൊക്കെ കൂപ്പി നമ്മൾ ഒരു വാക്ക് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, എല്ലാ കൂട്ടുകാരും കണ്ണൊക്കെ അടച്ചേ. എല്ലാ കൂട്ടുകാരും കണ്ണൊക്കെ അടച്ചേ. ഓക്കെ. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ ഞങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കൂടെ നിൽക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ മീറ്റിംഗ് ഞങ്ങൾ അവിടെ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ, കൂട്ടുകാരെല്ലാരും എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ ആമേൻ. ഓക്കെ, ഇന്ന് നമ്മളെ കാണാനായിട്ട് കുറെ അച്ചാച്ചന്മാര് വന്നിട്ടുണ്ട്, ചേച്ചിമാര് വന്നിട്ടുണ്ട്. ഓക്കെ, അവർക്കൊക്കെ നമ്മളടുത്ത് എന്തൊക്കെയാ പറയാനുണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ കൂടെ കാനഡയിൽ നിന്ന് ഒരു അച്ചാച്ചൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കാനഡയിൽ നിന്ന് അച്ചാച്ചൻ എന്തിനാ ജോയിൻ ചെയ്യുന്നേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അച്ചാച്ചൻ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മളെല്ലാരെയും മനോഹരമായ പാട്ടും ആക്ഷനും പഠിപ്പിക്കാനാണ്. ഓക്കെ, ഈ കൂട്ടത്തിലുള്ള എല്ലാ കൂട്ടുകാരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓക്കെ, കൂട്ടുകാർക്ക് പാട്ട് പഠിക്കാനും ആക്ഷൻ ചെയ്യാനും എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ജോബിൻ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജോബിൻ സാർ. Hello everyone. Hope you all good. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ സ്ക്രിപ്ചർ സ്കൂളിലേക്ക് വെൽക്കം ഈച്ച് വൺ ഓഫ് യു. നിങ്ങളെ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കുറെ കാര്യങ്ങൾ കേൾക്കുവാൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ. സോ മേക്ക് ഷുവർ ദാറ്റ് യു എൻജോയ് ദ ഹോൾ സെഷൻ, റൈറ്റ്? സോ ഈ എല്ലാ സെഷനും എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്. സോ വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. സോ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മെമ്മറി ഒക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പോവുകയാണ്. മെമ്മറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു, എത്ര കാര്യങ്ങൾ നമുക്ക് സ്മാർട്ടായിട്ട് സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആർ യു ഓൾ എക്സൈറ്റഡ്? നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണോ? ഷall we start? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഒരു കുഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് കാണാം നമുക്കിപ്പോൾ. ഓക്കെ, യെസ്, ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുകയാണ്. സോ ഫിൽ ഇറ്റ് അപ്പ്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. ഇവിടുത്തെ എക്സാമ്പിൾ എത്ര ഉള്ളൂ. അവിടെ ഒരു വേർഡിന്റെ ബൈബിൾ നെയിമിന്റെ few letters are missing. So you just need to find out who is that person. So add at the beginning or at the end 1 or 2 letters at the beginning or 1 or 2 letters at the end. ആദ്യമോ അവസാനമോ കുറച്ച് ലെറ്റേഴ്സ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള സമയമാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ പുട്ട് യുവർ ആൻസർ ഇൻ ദ ചാറ്റ് ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന ചാറ്റിനകത്ത്, ഇവിടുത്തെ ചാറ്റിനകത്ത് തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇടുക. സോ വിൽ ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ദ വിന്നർ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് റൈറ്റ് നൗ. ഇവിടെ എക്സാമ്പിൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. LOMON, അതിന്റെ SOയും N കൂടെ ആഡ് ചെയ്തേക്ക് സോളമനായി. യെസ്, ലോട്ട് ഓഫ് പീപ്പിൾ ആർ സെൻഡിങ് ദ കറക്റ്റ് ആൻസേഴ്സ്. ലെറ്റ് മീ സീ ഹൂ ഈസ് ദാറ്റ്. Okay, Salu Varghese said one answer. Sabina said one answer. Okay, Salu Varghese said it's Matthew. And Sister Bina said it's Esther and Peter, and waiting for a lot of people to answer. Come on, let's do this fast.
Okay, you got only 30 more seconds to do this. You got only 30 more seconds to do this. Fast, fast, fast. Okay, come on, fast. I'm waiting for a lot of people to answer. നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. Okay, okay, okay. Hibin, Joby, Bina, Salur, Charlotte. Okay, okay, good job. Good job. Okay, and your time is up. Correct. Okay, so the right answer is the first one is Peter. Esther. Second one is Matthew, and third one is Peter. So congrats everyone. Right answer. Congratulations. Good job. You guys did a great job. Right. So now, do you know what's a common letter in God and love? Can you guess? What is the common letter in God and love? It is O. Correct. Exactly. So right. So നമ്മൾ ഇന്നൊരു ചെറിയൊരു പാട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. Okay, it's all about God and love, and we're going to say that what we have to do in regard with God, and also what we have to do in regard with love. How do we need to love others, and how do we need to consider God in our life? Okay, so are you all excited? Are you all excited to learn this song? Okay, if you're yes, can you do the thumbs up like this? Yes, please. Yes, good job. All right, so now I'm going to sing this song for you. I'm going to sing this song, and you are going to listen, and after that we are going to sing it together. Ready? Are you ready? ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ നമുക്ക് ഈ വേർഡ്സ് കാണാം, ഈ പാട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് നമ്മൾ പാടാൻ വേണ്ടി പോവാണ്. Ready? Okay. Let's see two words, God and the love. Tell me the common letter in those words. It is oh. Let's see two words, God and the love. Tell me the common letter in those words. It is oh. It is oh. Oh, in the God for obey God. Oh, in the love for open love. Oh, in the God for obey God. Oh, in the love for open love. Obey your God with open love. Hulla-la, hulla-la, hulla-la-la. Obey your God with open love. Hulla-la, hulla-la, hulla-la-la. Let's see two words, God and the love. Tell me the common letter in those words. It is oh. Let's see two words, God and the love. Tell me the common letter in those words. It is oh. Hulla-la, hulla-la, it is oh. സംഘ നല്ല സൂപ്പർ ആയിട്ടുള്ള പാട്ടായിരുന്നു, റൈറ്റ്? ഈസി ആയിട്ടുള്ള പാട്ട്. 2 words, God and love. So what we have to do? Obey our God with open love, and we have to care for others. We need to love others. That's what God is expecting from us, right? So ഇതൊരു ഈസി ആയിട്ടുള്ള പാട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളൊരു പാട്ടാണ്. So are you ready to do the action? Yes. Okay, we're going to do this action. Okay, so few words in pattern action ആയിട്ട് കാണിച്ചു തരാം. So rest of the song we are going to do it together. Ready? Okay, let's see 2 words, God and the love. Tell me the common letter in those words. It is oh.
ഓ ഓ ഓ ഓ ഒന്ന് കാണിക്കാമോ? ഓ എന്ന് കാണിക്കാമോ? ഓ ഓ ഓ ഓ ഓ ഓ ഓ. Good job, good job, good job. So, oh, in the God for obey God. Oh, in the love for open love. Obey your God with open love. Hula la hula la hula la la. Easy, right? Okay, now we're going to do it together. നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. Come on, let's do it together. Let's say two words, God and the love. Tell me the common letter in those words. It is all, oh, 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 oh. Let's see two words, God and the love. Tell me the common letter in those words. It is all, oh, 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 oh. Oh, in the God for obey God. Oh, in the love for open love. Oh, in the God for obey God. Oh, in the love for open love. Obey your God with open love. Hula la hula la hula la la. Obey your God with open love. Hula la hula la hula la la. Let's see two words, God and the love. Tell me the common letter in those words. It is oh, 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 oh. Let's see two words, God and the love. Tell me the common letter in those words. It is oh, 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 oh. Hula la hula, hula la la. It is oh, 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 oh. Hula la hula la hula la la. Hope you learned the song and enjoyed the song. So make sure that we love God with open heart at the same way we love our parents, friends, relatives, neighbors, everyone with an open heart, the way God loved us or loves us. Okay? So don't forget these two words, God and love. What do we need to do with these words? Obey your God and love. How need you love? With an open heart. God bless you guys. See you in the next time. Bye. Okay, thank you, Jobina Chacha, for that wonderful song. Okay, നമ്മൾ അടിപൊളി മനോഹരമായ ഒരു പാട്ട് പഠിച്ചു. പാട്ടിന്റെ അർത്ഥം എന്തായിരുന്നു? കൂട്ടുകാർക്കൊന്ന് പറയാമോ? ഓക്കെ, യെസ്, ഓൾ ഓഫ് യു റൈറ്റ്. ഓക്കെ, നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കണം, നമ്മൾ ദൈവത്തെ അനുസരിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തെ അനുസരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പേരൻസിനെ, നമ്മുടെ എൽഡേഴ്സിനെ, നമ്മുടെ ടീച്ചേഴ്സിനെ എല്ലാവരെയും നമ്മൾ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ള അർത്ഥം വരുന്ന അടിപൊളി പാട്ട് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ജോബിൻ അച്ചാച്ചന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? ഓക്കെ, ഗുഡ്. ഓക്കെ, ഇന്ന് നമ്മളെ കാണാനായിട്ട് മറ്റൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ചേച്ചിയാണ്. ഓക്കെ, ചേച്ചിയുടെ പേര് റിയ എന്നാണ്. ഓക്കെ, ആ ചേച്ചിക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാനുണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കൂട്ടുകാരെല്ലാരും റെഡിയാണോ? ഓക്കെ, ഓവർ ടു റിയ. Hello friends, are you ready to listen to a story? Yes, very good. Today's story is Bella the Little Lamb. Have you ever seen a shepherd? A man holding a long stick and guides some sheep to the green pasture? Alright, David's dad was a shepherd. He loved sheep very much. When he gets a free time, he used to accompany his father. David's birthday was getting near, and his dad was wondering what to present him. Then he found a cute little lamb just born in the sheep pen. Dad was so happy. He took the lamb, put a bell on her neck, and kept her in David's room with a birthday card.
David got up by listening to the bell sound. At his surprise, he found a cute little lamb and a birthday card. He read it loudly. Happy birthday, dear son. He learned that it is his birthday present from his dad. He ran out to his dad and hugged him tightly. He loved the little lamb and named her Bella. Bella was so sweet. David could not leave her for a minute. Even to the school, he used to carry Bella with him. Once, while they were playing, Bella's leg got hurt. David dressed her wound quickly, but he was so sad seeing her crying. Even he refused to eat food that day. However, Bella restored her health. One day, David dad's taking his sheep out. David joined him with Bella. On his way, he asked Dad's permission to play with Bella in the valley. Dad gave him permission, cautioning about the railway cross ahead. David promised not to go near to it. They started playing and watching things running around and time went by. Suddenly, he heard a loud noise from far away. He learned that a train is approaching. While he was watching around, he found that the railway track is broken and the passenger's life is in danger. He cried out loud, but due to heavy waterfalls, no one could hear him. He was upset. Suddenly, he remembered about a lesson he learned in the school. Red color can stop the train. Quickly, he searched for something in red color, but found none. Then a small thought came to his mind, but it was heartbreaking though. David did not think twice. He took a sharp stone and wounded his dearest Bella. He tore his shirt and dipped it in her blood and started waving high to the nearby train. His hands were shivering, eyes were overflowing with tears. Luckily, watching this, the loco pilot smelled the danger and stopped the train. He came out and found the broken track. He hugged David and thanked him for saving hundreds. Dear friends, today's story taught us about our David and how he sacrificed his dear Bella for saving hundreds of people. This story points us to the greatest sacrifice of the Lamb of God, Jesus Christ. Our Heavenly Father was willing to save all of us by shedding the blood of His only begotten Son, Jesus Christ our Lord. Yes, dear, Jesus died for our sins. Now, salvation is freely available for all. Through faith in Jesus Christ, you can obtain salvation now. Accept Jesus as your personal Savior today. Bible tells us that the best way to show love for your friends is to die for them. Let us pray. Dear Father, thank you for loving us. We accept you today as our personal Savior. Live in our hearts. In Jesus' name, Amen. Oh. Now, let's learn the verse that we heard in the story. Can you repeat with me? John chapter 15, verse 13. John 15:13. It says like this: the greatest way to show love for the friends is to die for them. Can you repeat it with me? The greatest way to show love for the friends to die for them. Very good. Now I'm going to make it a song. Can you sing along with me? Okay, we'll enjoy the song. The greatest way to show love for your friends is to die for them. Can you repeat with me? The greatest way to show love for your friends is to die for them. Can you repeat with me? The greatest way to show love for your friends is to die for them. We'll finish it with this, okay? The greatest way to show love for your friends is to die for them. Can you sing? The greatest way to show love for your friends is to die for them. You all are doing good. God bless you. ഓക്കെ, നമ്മൾ നല്ലൊരു കഥ കേട്ടു, നമ്മളൊരു വചനം പഠിച്ചു. നമ്മുടെ റിയ ചേച്ചിക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരെല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ കൂട്ടുകാരെ പഠിച്ചേ? നമ്മുടെ
നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് അല്ലെ, ഒത്തിരി കൂട്ടുകാരുണ്ട്. നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്. എല്ലാവരും പറയും അല്ലെങ്കിൽ എടി നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുമെന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ നമുക്ക് വേണ്ടി ആരും തന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നാൽ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ, നമ്മുടെ പാപങ്ങളുടെ മറുവിലേക്ക് മരിക്കാൻ തയ്യാറായത് യേശുക്രിസ്തു മാത്രമാണ്. വരും ദിവസങ്ങൾ നമുക്ക് യേശുക്രിസ്തുവിനായി സമർപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ചെറിയൊരു സെഷനിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡേവിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അച്ചാച്ചൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡേവിസ് അച്ചാച്ചൻ നമുക്ക് വേണ്ടി എന്തൊക്കെയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തുടക്കം മുതൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ത്രില്ലടിച്ചിരിക്കുകയാണ്, അടുത്ത് എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ. ഓക്കെ, ഇപ്പം ഡേവിസ് അച്ചാച്ചൻ ഇവിടെ വരുന്ന എന്തൊക്കെയോ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെയാണ് ഡേവിസ് അച്ചാച്ചൻ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് നമ്മുടെ ഡേവിസ് അച്ചാച്ചനെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഡേവിസ് അച്ചാച്ചൻ. Thank you, Arun Achacha. Thank you so much. Thank you, Ria Chechi. Thank you, Jomin Achacha. Thank you, everyone. And thank you for all of you who have joined. എല്ലാവരെയും കൂട്ടുകാരെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ലോക്ക്ഡൌൺ ആണ്, ഭയങ്കര പ്രശ്നമാണ്, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, കൂട്ടുകാരെ കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ഉള്ളതുകൊണ്ട്, പിള്ളേർക്കും കുട്ടികൾക്കും ഒരു സൂം മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അന്യോന്യം കാണാൻ പറ്റില്ലോ. ഭയങ്കര സന്തോഷം. ഓക്കെ, സോ we will learn something today. എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഞാനൊരു മെന്റിമീറ്ററിന്റെ ഒരു കോഡ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്നു, അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെന്റിമീറ്റർ കോഡ് നിങ്ങൾ പോയിട്ടുണ്ടോ? നിങ്ങൾ ആ കോഡ് പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഓടിപ്പോയി നിങ്ങളുടെ പപ്പയുടെ മമ്മിയോട് പറയണം, പപ്പ എനിക്ക് ഫോൺ വേണം, അത്യാവശ്യമായിട്ട് ഫോൺ വേണം. അല്ല നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഫോണിലാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആ ഒരു ഫോണേ ഉള്ളെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സിലോ ഏതെങ്കിലും നമുക്ക് അഡ്രസ് അടിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും, നമുക്ക് ഇന്റർനെറ്റ് അഡ്രസ് അടിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും പോയി menti.com ഒന്ന് പോകാൻ പറ്റുമോ? menti.com 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 എന്ന് പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഗോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ സൈറ്റിൽ പോകുമ്പോൾ അവിടെ പറയും എൻറ്റർ എ കോഡ്. എൻറ്റർ എ കോഡ് എന്ന് പറയുമ്പോൾ 554422 554422. നിങ്ങൾ പെട്ടെന്ന് ആ കോഡ് അടിക്കാവോ? menti.com. നമ്മൾ ഒരു അടിപൊളി ക്വിസ് ചെയ്യാൻ പോവാണ്. എല്ലാ കൂട്ടുകാരും ഓടി menti.com പോയിട്ട് 554422 പോയി റെഡി ആയിരിക്കണം. നമുക്ക് ഒരു സൂപ്പർ ക്വിസ് ഉണ്ട്. ഓക്കെ, ക്വിസിൽ പങ്കെടുക്കുമ്പോൾ ലാസ്റ്റിൽ ആരാണ് ജയിക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു സൂപ്പർ ക്ലാപ്പ് കൊടുക്കും, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് today's class. ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. We will learn something new. It is the greatest things in life. എല്ലാവരും ഒന്ന് വായിക്കാവോ? സ്ക്രീനിൽ ഉള്ള കാര്യം ഒന്ന് വായിക്കാവോ? The greatest things in life. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ, the greatest things in life. നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സൂം സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കണേ. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെന്റി സ്ക്രീനിലോട്ട് പോകണം. നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൂം ഒന്ന് മിനിമൈസ് ചെയ്താൽ മറ്റേ സ്ക്രീൻ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഫോൺ ഉണ്ടെങ്കിൽ, പപ്പയുടെ ഫോൺ മമ്മിയുടെ ഫോൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫോണിൽ മെന്റിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗ്രേറ്റസ്റ്റ് തിങ്സ് in life. Okay, so we are fascinated by great things. വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലെ? വലിയ ബിൽഡിംഗ് കാണുമ്പോൾ, അല്ലെങ്കിൽ വലിയ വീട് കാണുമ്പോൾ, വലിയ വണ്ടി കാണുമ്പോൾ we are fascinated. നമുക്ക് ഭയങ്കര രസം അത് കാണാം. അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന ട്രെയിൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന ബൈക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ വലിയ ഗ്രേറ്റ് തിങ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫാസിനേഷൻ. സോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് what are the greatest things in life? ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഏറ്റവും ഭയങ്കര വലിപ്പമുള്ള കാര്യങ്ങൾ എന്താന്ന് അടുത്തൊരു 10 മിനിറ്റിൽ നമ്മൾ ചിന്തിക്കാൻ പോവാണ്. കൂട്ടുകാർ റെഡിയല്ലേ? കൂട്ടുകാരെല്ലാം റെഡിയല്ലേ? ഓൾറൈറ്റ്, സോ നിങ്ങളെ ക്വിസിനും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ 3 ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ പോവാ. അതിനുശേഷം 2 ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞിട്ട് അങ്കിൾ നോക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന്. ഓക്കെ, സോ കൂട്ടുകാർ റെഡി ആണെങ്കിൽ നിങ്ങളുടെ മെന്റി സ്ക്രീനിലേക്ക് പോവാ. നിങ്ങളുടെ മെന്റി സ്ക്രീനിലേക്ക് പോകുമ്പോൾ അവിടെ ക്വിസിനെ കുറിച്ച് കാണാം. നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യണേ. ആരാ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. സോ ഫുൾ നെയിം എൻ്റർ ചെയ്യണം.
പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അപ്പം ക്വസ്റ്റ്യൻ വന്നു, ക്വസ്റ്റ്യൻ കണ്ടു, അയ്യോ എനിക്ക് ആൻസർ അറിയാവുന്ന പെട്ടെന്ന് ക്ലിക്ക് ചെയ്താൽ കൂടുതൽ പോയിന്റ്സ് കിട്ടും. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഏത് കൂട്ടുകാരനാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മെന്റി സ്ക്രീനിൽ റെഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മെന്റി സ്ക്രീനിൽ ഉണ്ടെങ്കിൽ മെന്റി റെഡിയാക്കി വെക്കുക. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മെന്റി നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കുറച്ച് ഡിലേ ഉണ്ട് ഇവിടുന്ന് യൂട്യൂബിൽ എത്താൻ, പക്ഷെങ്കിൽ നിങ്ങൾക്ക് മെന്റിയിൽ കറക്റ്റ് ആയിട്ട് വരും. സോ ബി ദെയർ ഓൺ മെന്റി. സോ ഐ എം ഗിവിംഗ് യു സം ടൈം ടു get ready on Menti. You can enter your name here. Okay, so please enter your name in Menti. Okay, ningala perunnu enter cheyav. Okay, so enter your name on Menti. Okay, so let's see. Okay, so അടുത്ത 3 questions വേഗം നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്. നിങ്ങളുടെ Menti screen ready ആണെങ്കിൽ let me give you the first question in 3, 2, 1. First question on your Menti screen is coming right now. Greatest things in life. Adinathe greatest things in life aanu nammal nokkunnathu. Let's look at the first question. All right. All right, there's some technical error. Don't worry. Okay, we'll come back to the quiz. Once we are ready with the technical issues. All right, so what are the greatest things in life? നമ്മൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയായിട്ട് കാണുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലർ പറയും ഏറ്റവും സ്പീഡായിട്ട് ഓടാൻ പറ്റുന്നവരാണ്, അവരാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആത്ലീറ്റ്. അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് ഏറ്റവും നല്ല ആത്ലീറ്റ്. അല്ലെങ്കിൽ ചിലർ പറയും ഏറ്റവും വലിയ വീടുള്ള ആളാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് തിങ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള കൺട്രിയാണ് ഏറ്റവും വലുത്. We always think of these things as great things. But let me give you 4 greatest things in life. 4 things that are the greatest things in life. So it's on your screen. Let me tell you the 4 greatest things in life. Firstly, it is the greatest truth. ഏറ്റവും വലിയ സത്യം. That's one of the greatest things. Secondly, the greatest knowledge. ഏറ്റവും വലിയ ജ്ഞാനം. We need to know what is that? What is the greatest knowledge? And what is the greatest അറിവ്? ഏറ്റവും വലിയ അറിവ് ഏതാണെന്ന് നമ്മൾ അറിയണം. മൂന്നാമത്തെ കാര്യം, the greatest relationship. ഏറ്റവും വലിയ ബന്ധം ഏതാണെന്നും നമ്മൾ അറിയണം. ലാസ്റ്റ്ലി, the greatest achievement. ഏറ്റവും വലിയ നമ്മുടെ അച്ചീവ്മെന്റ്, ഏറ്റവും വലിയ നമ്മൾ നേടിയെടുത്തത് എന്താണെന്നും കൂടെ നമ്മൾ അറിയാം. So greatest truth, greatest knowledge, greatest relationship, and greatest achievement. So let's look at it one by one, and I won't take much time, and I hope the question works at the end, and we'll come back for the quiz. Okay, so the greatest truth that all of us need to know, nammal ariyende ettavum veliya satyam ennu parnal, there is an all powerful creator God. എല്ലാത്തെയും സൃഷ്ടിച്ച ഒരു വലിയവനായ ദൈവം ഉണ്ടെന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. നിങ്ങൾ ബയോളജിയിലോ ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഒത്തിരി സത്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സത്യമാണെങ്കിലും ഏറ്റവും വലിയ സത്യം, there is a creator God. So when you look into the skies, നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ ഈ നക്ഷത്രങ്ങളെല്ലാം കാണുമ്പോൾ, we wonder ഇതൊക്കെ ആരാ ഉണ്ടാക്കിയേ? We know the sun, നമ്മുടെ സൂര്യനാണ് നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം. There's so many thousands of stars around and in so many uncountable stars. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന് നമ്മൾ അറിയണം. There's a God who made that. സങ്കീർത്തനം 19:1 പറയുന്നു, ആകാശം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. The heavens declare the glory of God. അത് മാത്രമല്ല, നമ്മളെ തന്നെ നോക്കും, നമ്മൾ കണ്ണാടിയിലോട്ട് നോക്കുമ്പോഴും there's some question that comes, who made us? Who made the eyes and ears and nose? നമ്മുടെ മുഖത്തെ, നമ്മുടെ കയ്യിലെ, നമ്മുടെ അകത്തുള്ള ഓർഗൻസിനെയൊക്കെ ആരാ ഇത്ര ബ്യൂട്ടിഫുള്ളി ആയിട്ട് ഉണ്ടാക്കിയത്? നമ്മളെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഇത്ര ശ്വാസം നമ്മൾ അകത്തോട്ട് എടുത്തു, എത്ര പ്രാവശ്യം നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം നമ്മുടെ അകത്തോടെ ബ്ലഡ് അകത്തോട്ട് പോയി, എത്ര പ്രാവശ്യം നമ്മൾ രോഗമൊന്നും വരാതെ രക്ഷപ്പെട്ടു. ഇതിന്റെയൊക്കെ പുറകിൽ ഒരു വലിയ ക്രിയേറ്റീവ് ഗോഡ്, നമ്മളെ ഉണ്ടാക്കിയ, ലോകത്തെ ഉണ്ടാക്കിയ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ, there is a creative God, and that is the biggest, greatest truth. The first thing is the greatest truth. All right, what is the second thing? Is the greatest knowledge. If there is a God and that is the greatest truth, ഏറ്റവും വലിയ ജ്ഞാനം എന്താണെന്ന് അറിയോ? is to know God and his plan for my life. ഈ ദൈവത്തെയും ഈ ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം.
ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇത്രയും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കി, ഇത്രയും സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കി, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ദൈവത്തെ എങ്ങനെ നമുക്കറിയാൻ പറ്റും? വി ആർ സോ സ്മോൾ, നമ്മൾ എത്ര ചെറുതാ അല്ലേ? പക്ഷെ there is a way, and the way is through the word of God, the Bible. ബൈബിളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കത്തുള്ളൂ, വേറെ ഒരു രീതിയില്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാം? യേശുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ദൈവം ആരെന്നെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഇതെല്ലാം അറിയാവുന്ന എവിടുന്നറിയാം നമ്മുടെ ഇൻഫർമേഷൻ കിട്ടുന്നത്? എവിടുന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്? ഇറ്റ്സ് ത്രൂ ദ ബൈബിൾ. ആൻഡ് ബൈബിളിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തെ അറിയാവുന്നത്. ആ ദൈവത്തെ അറിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം, ദ ഗ്രേറ്റസ്റ്റ് നോളജ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. സോ ദ ഗ്രേറ്റസ്റ്റ് നോളജ്, ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തെ അറിയുന്നതാണ്. ആ ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം അറിയേണ്ടത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ. സോ ദ ഗ്രേറ്റസ്റ്റ് ട്രൂത്ത് ഇസ് there is a God. The greatest knowledge is to know God through the Bible. Thirdly, the greatest relationship, ഏറ്റവും വലിയ ബന്ധം, ഏറ്റവും വലിയ സ്നേഹബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പപ്പയമ്മയോടുള്ളതോ, നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ളതോ, ബ്രദർ സിസ്റ്റർ തമ്മിലുള്ളതോ, അല്ലെങ്കിൽ ലവ് ചെയ്യുന്നവർ തമ്മിലുള്ളതോ, ഇതൊന്നും അല്ല ഏറ്റവും വലിയ റിലേഷൻഷിപ്പ്. അതൊക്കെ നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും the greatest relationship is to be in love with this creator God through faith in Jesus Christ. ഈ ദൈവമായിട്ടൊരു സ്നേഹത്തിലാവുന്നതാണ് ഏറ്റവും വലിയ റിലേഷൻഷിപ്പ്, ഏറ്റവും വലിയ ബന്ധം. അതെങ്ങനെ നമുക്ക് പറ്റുന്നത്? ദൈവം അത്ര ഉന്നതനാണ്, ദൈവം സോ ഹോളി ആൻഡ് സോ ബിഗ് ആൻഡ് സോ മൈറ്റി. നമ്മൾ ഇത്ര ചെറുതാണ്. ഒരു കൊറോണ വൈറസ് വന്നു കഴിഞ്ഞാൽ, ഒരു മൂക്കിലൂടെ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ അസുഖം വന്ന് we will die. We are so small. But God is willing to have a relationship with us. ഇത്ര ചെറിയതായ നമ്മളെയുമായിട്ട് ദൈവം ഒരു റിലേഷൻഷിപ്പ് ആകാൻ ആഗ്രഹിക്കുന്നു. And how is that possible? We are sinners. നമ്മൾ പാപികളാണ്. നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോകാൻ ഒരു രീതിയിലും പറ്റത്തില്ല. And that is why God himself became man. ദൈവം മനുഷ്യനായി തീർന്നു. റിയ ചേച്ചി ഒരു കഥ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ദൈവം മനുഷ്യനായി തീർന്ന് നമുക്ക് വേണ്ടി മനുഷ്യനായി മാറി, മനുഷ്യരൂപത്തിൽ വന്ന് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് എല്ലാത്തിനുള്ള തെറ്റുകൾക്കുള്ള എല്ലാത്തിനുള്ള ശിക്ഷ യേശു തന്റെ ശരീരത്തിലെടുത്ത് ക്രൂശിൽ 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു. ദൈവം നമ്മളോട് പറയുന്നു, അവനെ കൈക്കൊണ്ട്, ആരെ കൈക്കൊണ്ട്? യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ വിശ്വസിച്ച്. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച്, കർത്താവേ നീ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ എല്ലാം മായ്ച്ചു തരുന്നു, നമ്മളുമായിട്ട് ഒരു ബന്ധത്തിലായിത്തീരുന്നു. So the greatest relationship is not any relationship on this earth. ഈ ലോകത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും അല്ല ഏറ്റവും വലിയ റിലേഷൻഷിപ്പ്. The greatest relationship is to be in love with God through faith in Jesus Christ. And that is a relationship I invite you. God invites all of you to come into the greatest relationship. So what is the greatest truth? There is a creator God. ഒരു സൃഷ്ടിതാവായ ഒരു ദൈവം ഉണ്ട്. What is the greatest knowledge? ഈ ദൈവത്തെ കുറിച്ച് അറിയുന്നതാണ് ഏറ്റവും വലിയ നോളജ്. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? It's by reading the Bible. Exactly. What is the third thing? The greatest relationship. ഏറ്റവും വലിയ ബന്ധം. അത് ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള ബന്ധമല്ല, മനുഷ്യർ തമ്മിലുള്ള ബന്ധമല്ല. അതൊക്കെ നല്ല ബന്ധങ്ങളാണെങ്കിലും അതിനേക്കാൾ ഉപരിയായി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അത് സാധ്യമാക്കിയത് യേശു ക്രിസ്തു മുഖാന്തരം. Finally, I want to close with this last thing, the greatest achievement in life. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ ഹിതം അറിയുകയും ആ ഹിതം ചെയ്യുകയുമാണ്. എന്നെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നോ അത് ഞാൻ അറിയണം, 2 ഞാൻ അത് ചെയ്യണം. ദാറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്, ഏറ്റവും വലിയ നേട്ടം. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ സ്പോർട്സ് ഒക്കെ താരങ്ങളാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ കിട്ടിയ ട്രോഫീസ് കാണും, അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ ട്രോഫി കാണും, പാർട്ടിസിപ്പേറ്ററി സർട്ടിഫിക്കറ്റ്സ് കാണും, മെഡൽസ് കാണും. നിങ്ങൾ സ്പോർട്സിന് പോയത്, ചർച്ച് കോമ്പറ്റീഷനൊക്കെ കിട്ടിയ ഒത്തിരി മെഡൽസ് നിങ്ങളുടെ വീട്ടിൽ കാണും. അതൊക്കെ നല്ല അച്ചീവ്മെന്റ്, ഗുഡ് അച്ചീവ്മെന്റ്സ്. ഇനിയും നിങ്ങൾ വലുതാകുമ്പോൾ ഇനിയും എക്സാംസ് എഴുതും, ഇനിയും കോളേജിൽ പോകും, ജോലി ചെയ്യും, ഒത്തിരി സർട്ടിഫിക്കറ്റ്സും അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, ഈ അച്ചീവ്മെന്റ്സ് എല്ലാം തീരും. ഈ അച്ചീവ്മെന്റ്സ് നമുക്ക് അടുത്ത അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ പഴയതെല്ലാം നമ്മൾ മറക്കും. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് എൻ്റെ ജീവിതത്തെ കുറിച്ച് എന്താണോ താല്പര്യം അത് ഞാൻ അറിയണം, അത് ഞാൻ ചെയ്യണം. To know and do God's will for my life. So that is the biggest achievement. Do you want to have that? Do you want to achieve that? ആ നേട്ടം എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? And that is why I want to leave you with these 4 things. So we'll pray for you. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വലിയ സത്യം അറിയാൻ എന്നെ സഹായിക്കണമേ.
ഈ വലിയ ജ്ഞാനത്താൽ എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും നിറയ്ക്കണമേ. ഈ വലിയ ബന്ധത്തിൽ വരുവാൻ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, മകളാക്കി തീർക്കണമേ. ഏറ്റവും വലിയ നേട്ടം, ഒരിക്കലും മാറാത്ത, ഒരിക്കലും ആ ട്രോഫി ഒരിക്കലും വാടാത്ത കിരീടം എന്നൊക്കെയാണ് ബൈബിളിൽ പറയുന്നത്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ നേട്ടം ദൈവഹിതം അറിയുകയും ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ അത് അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. So let me see if the quiz is working. If it's working, we will go for it. Otherwise, we will have to skip it. All right. So I hope you're all joined there. Let's see if it works. If it doesn't work, we will skip to the end. Mental നിങ്ങൾക്ക് പോകാം, നമുക്ക് ഒന്ന് നോക്കാം ക്വിസ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. Some technical issues, don't worry. അടുത്ത സെഷനിൽ നമുക്ക് അതെല്ലാം പ്രശ്നങ്ങൾ തീർത്ത് നമുക്ക് ശരിയാക്കാം. But if you are there on Menti, let's try if the quiz is working. If it's working, we will go. Okay? So YouTube ഉള്ളവരും നിങ്ങൾ മെന്റിയിലോട്ട് പോകാമോ? ഈ ക്വിസ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. All right. So let's see if it's working. No, it's not working. So there is some problem with the quiz. Don't worry. We will do it next time. Okay? So what are the 4 things? What are the 4 things? നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ. The greatest truth, there is a God. The greatest knowledge is to know who this God is through reading the Bible. The greatest relationship is to be in love with God through faith in Jesus Christ. And the greatest achievement is to know and do the will of God. Can we pray? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ വചനം കേൾക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന അവസരത്തിനായി അങ്ങ് സ്തുതിക്കുന്നു. Thank you, Lord, for being the creator. ഞങ്ങളെ ഉണ്ടാക്കിയ സൃഷ്ടിതാവായ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവാകയാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മെഡലുകളും ട്രോഫീസും ഞങ്ങൾക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ ഉപരി അങ്ങേ അറിയുന്നതും അങ്ങയുടെ ഹിതം മനസ്സിലാക്കുന്നതും അങ്ങയുടെ ഹിതം ചെയ്യുന്നതാണല്ലോ എന്ന് ഓർപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇനിയുള്ള പ്രോഗ്രാമിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ കൂട്ടുകാരെയും ഒരുമിച്ച് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Arun uncle, if you are there, you can take over. Thank you. Bye-bye. താങ്ക് യു ഡേവിസ് ചാച്ച. നല്ലൊരു ലെസൺ ഡേവിസ് ചാച്ചൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്ന് നമ്മുടെ റിയ ചേച്ചി പഠിപ്പിച്ച സ്റ്റോറിയും നമ്മുടെ ഡേവിസ് ചാച്ചൻ പഠിച്ച സ്റ്റോറിക്കകത്തുനിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് ഒന്നാമത്തെ കാര്യം, ദൈവം എന്ന് പറയുന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിനോടൊപ്പമുള്ള ബന്ധം നമ്മൾ നാൾക്ക് നാൾ പുലർത്തണം. പിന്നെ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സർവീശ്വരൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇപ്പം നമ്മളെ കാണാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ഓക്കെ, ആ ചേച്ചിയുടെ പേര് ബീന എന്നാണ്. ഓക്കെ, ആ ചേച്ചി ഇന്ന് എന്തൊക്കെയോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലൊക്കെയാണ്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓവർ ടു ബീന. ബീന ചേച്ചിക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാ കൂട്ടുകാരും വളരെ സന്തോഷത്തിലാണല്ലോ. നമ്മൾ ഒത്തിരി ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചിരിക്കും അല്ലേ? എന്നാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സ്മൈൽ ചെയ്തേ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പേപ്പർ ഹാൻഡ് പപ്പറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ കൂട്ടുകാർ? റെഡിയല്ലേ? അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് തംസ് അപ്പ് കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നതിനൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒരു പേപ്പർ എടുക്കുക, മറ്റേ പേപ്പർ മാറ്റി വെച്ചേക്കുക. അത് നമുക്ക് ആവശ്യം വരും. നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു മാർജിന് മടക്കുന്നത് പോലെ ഇങ്ങനെ മടക്കുക. മറ്റേ ഭാഗവും ഇതേപോലെ മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹാഫായിട്ട് കിട്ടി. ഇനി ആ മാർജിനിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനുശേഷം അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പേപ്പർ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് അത് ഹാഫായിട്ട് മടക്കുക. അതിൻ്റെ ഒരു ഭാഗം
പിന്നെയും മടക്കണം. നോക്കിക്കേ, ഇതേപോലെ പിന്നെയും രണ്ടായിട്ട് ചെറുതായിട്ട് മടക്കുക. അതിനുശേഷം അത് തിരിച്ചു വെച്ചിട്ട് അതേപോലെ മറുഭാഗവും മടക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ ഒരു പേപ്പറാണ് കിട്ടിയത്. ഇതാണ് നമ്മളുടെ പപ്പറ്റിൻ്റെ ബോഡി. ഓക്കെ, ഇതിന് ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു പോർഷൻ നടുക്കും, 2 ഓപ്പൺ ആയിട്ടുള്ള പോർഷൻസ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് കിട്ടി. ഇവിടെയാണ് ഇനി നമ്മൾ പപ്പറ്റിൻ്റെ ഫേസ് ഒക്കെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ചെവി ഉണ്ടാക്കാം. നമ്മളുടെ മറ്റേ പേപ്പർ എടുത്തിട്ട് 2ആയിട്ട് മടക്കി അതിൽ നമ്മൾ ഒരു ചെവിയുടെ ഷേപ്പ് വരയ്ക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് വരയ്ക്കുന്നതെന്ന്. ഒരു പെൻസിൽ എടുത്ത് ഇതേപോലെ ഒരു ചെവിയുടെ ആകൃതിയിൽ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ ഒരു ഷേപ്പിൽ വരയ്ക്കുക. ഇതാ, ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മളത് കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കണം. സൂക്ഷിച്ച് നമ്മളത് വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് 2 ചെവി കിട്ടും. അതുകൊണ്ടാണ് ആ പേപ്പർ നമ്മൾ 2ആയിട്ട് മടക്കിയത്. ഓക്കെ, കണ്ടോ? ഇപ്പോൾ നമുക്ക് 2 ചെവി കിട്ടി. ഇനി നമ്മളുടെ സ്കെച്ചിൽ പിങ്ക് കളറിലൊരു സ്കെച്ച് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരച്ച ആ ഷേപ്പിൽ നമ്മൾ കളർ ചെയ്യണം. ഓക്കെ, 2 ചെവിയിലും അതേപോലെ ഉള്ളിൽ വരച്ച് അവിടെ കളർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് മടക്കണം. ആ മടക്കിയ ഭാഗത്താണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ആ മുകൾ ഭാഗം, അതായത് ആ ഓപ്പൺ പാർട്ടുള്ള ആ ഭാഗത്താണ് നമ്മളിത് ഒട്ടിക്കേണ്ടത്. അതാണ് പപ്പറ്റിൻ്റെ ടോപ്പ് പോർഷൻ. അവിടെ 2 സൈഡിലായിട്ട് ചെരിച്ച് ഇതേപോലെ ചെവികൾ ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പറ്റിൻ്റെ ചെവി റെഡിയായി. ഇനി നമ്മൾക്ക് ഇതിൽ മൂക്കും കണ്ണും ഒക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ പിങ്ക് കളറിലെ സ്കെച്ച് വീണ്ടും എടുക്കുക. എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട്, ഏകദേശം നടുവിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് കളർ ചെയ്ത് ഭംഗിയാക്കുക. ഓക്കെ, അതിനുശേഷം ബ്ലാക്ക് കളറിലെ സ്കെച്ച് ഉപയോഗിച്ച് ഇപ്രകാരം 2 വര വരയ്ക്കുക. താഴേക്ക് ഇങ്ങനെ വളഞ്ഞ് വരയ്ക്കുക. പിന്നെ ഇതുപോലെ 3 വരകൾ 2 സൈഡിലായിട്ട് മീശ പോലെ വരയ്ക്കുക. പിന്നെ 2 കണ്ണുകൾ ഇങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു നാക്ക് വരയ്ക്കണം. അതിന് സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലൂടെ വരയ്ക്കുക. അതിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് ഫുള്ളായിട്ട് കളർ അടിക്കണം. നല്ല ഭംഗിയായിട്ട് താഴെ വരെ കളർ ചെയ്യണം. അങ്ങനെ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ പപ്പറ്റിൻ്റെ നാക്കും നമ്മൾ റെഡിയാക്കി. ഇനി നമ്മൾ ഇതിൻ്റെ ചെവി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന്
ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ റെഡിയാക്കിയത്. ഇനി ഈ പപ്പറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കോ. അതിൽ 2 ഓപ്പൺ ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടായിരുന്നില്ലേ, അതിൽ ഒരു പോർഷനിൽ നമ്മുടെ തമ്പ് ഫിംഗർ കയറ്റിയിട്ട് ബാക്കിയുള്ളതിൽ നമ്മുടെ മറ്റുള്ള ഫിംഗേഴ്സ് കയറ്റി ഇപ്രകാരം നമ്മൾ ചെയ്യണം. നമ്മുടെ പപ്പറ്റ് റെഡി. അപ്പോൾ കൂട്ടുകാരെ ഇത് പപ്പറ്റ്സ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാ കൂട്ടുകാരും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബൈ. ഓക്കെ, ഇവിടെ പപ്പറ്റ് ഷോ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പപ്പറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇനി ഇതേപോലെ ഒരു പപ്പറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പപ്പറ്റ് ഷോ ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നത്തെ ഈ സെഷൻസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. നമ്മൾ കഴിഞ്ഞ 40 ദിവസമായിട്ട് ചർച്ചിൽ പോകാൻ പറ്റാതെ, സൺഡേ സ്കൂളിന് പോകാൻ പറ്റാതെ, ചിൽഡ്രൻസ് ക്ലബ് ഒന്നും ഇല്ലാതെ എല്ലാ കുഞ്ഞും വീട്ടിൽ തന്നെ നമ്മൾ പെട്ടിരിക്കുകയായിരുന്നു അല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു റിലീഫായിട്ട് തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സ്ക്രിപ്ചർ സ്കൂൾ നമുക്ക് വേണ്ടി ഇനാഗ്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു വാർത്ത നമ്മുടെ കൂട്ടുകാരെ അറിയിക്കുക. അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൂടെ ഉറപ്പായിട്ടും ഇതിനെ ഇൻവൈറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കാം. ഓക്കെ, അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നത്തെ മീറ്റിംഗ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ. ഇന്ന് നമ്മളെ പാട്ട് പഠിപ്പിച്ചു ജോബിനെ ചേച്ചൻ, ലെസൺ എടുത്ത ഡേവിസ് ചേച്ചൻ, നമുക്ക് ക്രാഫ്റ്റ് പറഞ്ഞു തന്ന ദീന ചേച്ചി, അതേപോലെ നമുക്ക് സ്റ്റോറി പറഞ്ഞു തന്ന ചേച്ചിയുടെ പേരെന്തായിരുന്നു? യെസ്, റിയ. ഓക്കെ, റിയ ചേച്ചി. ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ഇപ്പം പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാ കൂട്ടുകാരും കണ്ണടച്ച് നോക്കുന്ന ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാ കൂട്ടുകാരെയും കണ്ണടച്ചേ. ഓക്കെ, മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ കർത്താവേ, ഒരിക്കൽ കൂടെ ഈ സയനവേളയിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. അപ്പം അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിപ്പാൻ സഹായിച്ചല്ലോപ്പാ. പാടുവാനും ആക്ഷൻ പഠിപ്പാനും അങ്ങ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. അപ്പം ഞങ്ങൾ ഇന്ന് ലെസണിൽ കൂടെ കേട്ടല്ലോപ്പാ, അങ്ങനെയാണ് സത്യദൈവം. അങ്ങയെ കുറിച്ച് കൂടുതൽ അറിയുന്നതും അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിപ്പിക്കുന്നതും ആണ് ഹല്ലേലൂയ ഞങ്ങൾ ചെയ്യേണ്ട ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് ഞങ്ങൾ കേൾക്കുവാൻ ഇടയായിത്തീരുന്നല്ലോ. അപ്പം അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ നാൾക്ക് നാൾ മുന്നേറുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരൻസിനെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഏൽപ്പിക്കുന്നു. ആർക്കും തന്നെ ഒരു രോഗം പോലും വരാതെ വണ്ണം അങ്ങ് കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും കാണുവോളം അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആരോഗ്യമായിരിക്കാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നതിലേക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഒരു ആമേൻ കൂടെ എല്ലാ കൂട്ടുകാരും ചേർന്ന് പറഞ്ഞേ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ സമയം. ഗോഡ് ബ്ലെസ്.